മനഃപൂർവ്വം നിസ്കാരം കളവാക്കുന്ന ആൾക്കാർ നമ്മൾ. മനഃപൂർവ്വം ഈ നിസ്കാരത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ഇല്ല എങ്ങനെയാണെന്നത്. നമ്മൾ ദോഹർ നിസ്കാരം അല്ലെങ്കിൽ അസറാവട്ടെ അല്ലെങ്കിൽ മകരിവട്ടെ ഒക്കെ നമ്മൾ മനഃപൂർവ്വം കളവാക്കുക, നമുക്ക് അറിയില്ല. അപ്പോൾ നിസ്കാരം കളവാക്കാതിരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, കാരണം ഒരൊറ്റ നിസ്കാരം മനഃപൂർവ്വം കളവാക്കിയാൽ 2,29,00,000 ദിവസം നരകത്തിലാണ്. അപ്പം മനഃപൂർവ്വം നമ്മൾ ചിന്തിക്കാതെ പോകണം. ആരും പണിക്കാരായാലും ശരി, തൊഴിലാളിയായാലും ശരി, പാവപ്പെട്ട ആർക്കും അത് വിട്ടുവെച്ചു. കാരണം അജ്ജിൽ വിട്ടുവെച്ചിട്ടുണ്ട്, നോമ്പിൽ വിട്ടുവെച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിൽ ഉയർത്തി മുത്തക്ക് നിസ്കരിച്ചാലും അള്ളാഹു സ്വീകരിക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ സത്യമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഉത്സാഹി പള്ളിയിൽ നിർത്താനുണ്ട്. പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ അതിന് കൂലി അവർക്കും നമുക്കും ഈ നാട്ടുകാർക്കും ഈ നാട്ടിൽ ഒരു ചൈതന്യം ഉണ്ടാവും. അത് ഉറപ്പാണത്. പ്രിയ പ്രേക്ഷകർക്ക് ഈവൽ ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരി മസാക്കിൻ കാരുണ്യ ട്രസ്റ്റിൻ്റെ പള്ളി നിർമ്മാണം പുരോഗമിക്കുന്നു. കേച്ചേരി മസാക്കിൻ കാരുണ്യ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് പോവുകയാണ്. പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ആവശ്യങ്ങളും സഹായങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈവൽ ന്യൂസ് നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായി. ഈവൽ ന്യൂസ് പ്രക്ഷേപണം ചെയ്ത വാർത്താ വീഡിയോ നിരവധി പേർ കാണുകയും അതിലൂടെ പള്ളി നിർമ്മാണത്തിൻ്റെ ആവശ്യകതയും പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നിരവധി സന്മനസ്സുകൾ വിവിധ രീതിയിൽ സഹായങ്ങളുമായി മുന്നോട്ട് വന്നു. പള്ളി നിർമ്മാണത്തിന് പിന്തുണയും സഹായവും നൽകിയ എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും മസാക്കിൻ കാരുണ്യ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മുഹമ്മദ് കുട്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു.